ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ വെളിപാട് 12-ാം അധ്യായത്തിലെ 2-ാമത്തെ ഭാഗത്തെക്കുറിച്ചാണ് നാം പഠിക്കുകയും വിചിന്തനം നടത്തുകയും ചെയ്തത്. തിന്മയുടെ ശക്തികൾ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നും ഇനി അവശേഷിക്കുന്ന ആ ശക്തിയെ, തിന്മയുടെ ശക്തികളെ ദൈവജനം തങ്ങളുടെ സാക്ഷ്യം വഴി അതിനെ കീഴടക്കണമെന്നും യോഹന്നാൻ പറയുന്നത് നാം അവിടെ കാണുകയുണ്ടായി. ഇപ്പോൾ തിന്മയുടെ ശക്തികൾ ആത്യന്തികമായിട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞു എന്നറിയുമ്പോഴുള്ള പരിഭ്രാന്തിയാണ് അവയെ ഇപ്പോൾ നയിക്കുന്നത് എന്ന് നാം കണ്ടു. അതാണ് അവർ കോപത്തോടെ സ്ത്രീയുടെ അടുക്കിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് അതുതന്നെയാണ്. നമുക്കിനി തുടർന്നുള്ള ഭാഗത്തേക്ക് കടക്കാം. വെളിപാട് 12-ാം അധ്യായം 13-ാമത്തെ വാക്യം. താൻ ഭൂമിയിലേക്ക് എറിയപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ പിന്നാലെ വ്യാളി പുറപ്പെട്ടു. ഇപ്പോൾ ഭൂമിയിലേക്ക് എറിയപ്പെടുന്ന ആ വ്യാളിയുടെ ചിത്രം. ഇനി അത് ആ സ്ത്രീയുടെ സന്താനങ്ങളുടെ പിന്നാലെ ആണ് പോകുന്നത്. അപ്പോൾ പരാജിതനായ സാത്താൻ്റെ പരാക്രമങ്ങളാണ് ഇവിടെ ഇനി വിവരിക്കുന്നത്. യേശുവിനെതിരെ ഈ സാത്താന്, സർപ്പത്തിന് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അത് ആ സ്ത്രീയുടെ സന്താനങ്ങളുടെ പക്കലേക്ക് അത് തിരിയുകയാണ് ചെയ്യുന്നത്. അതായത് സഭയുടെ പിന്നാലെയാണ് ഈ സാത്താൻ പോകുന്നത് എന്ന് ഇവിടെ അർത്ഥമാക്കുന്നു. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദങ്ങൾ, അതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം. ഇവിടെ വ്യാളി എന്നും സർപ്പം എന്നും ഉള്ള പദങ്ങൾ മാറി മാറി ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ വ്യാളിയെക്കുറിച്ച് നമ്മൾ 12-ാമത്തെ അധ്യായത്തിൽ കണ്ടു. പക്ഷേ ഇടയ്ക്ക് സർപ്പം എന്നുള്ള പദം, അത് ഗ്രീക്കിൽ 2 വ്യത്യസ്ത പദങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രാക്കോൺ, ഓഫീസ്, ഇപ്പോൾ 2 വ്യത്യസ്ത പദങ്ങൾ. ഇവിടെ വ്യാളി എന്ന് പറയുന്ന പദം ഉപയോഗിക്കുമ്പോൾ അത് തിന്മയെ അതിൻ്റെ സർവ്വഭാവങ്ങളോടെയും ഭീകരതയോടെയും ആണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ വിശാലമായ അർത്ഥത്തിലാണ് ഈ വ്യാളി എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി സർപ്പം എന്ന പദം ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി കാലികമായിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ പ്രധാനമായിട്ട് ഉൽപ്പത്തിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ഓരോ കാലത്തും സഭയ്ക്കെതിരെ വരുന്ന തിന്മയെ സൂചിപ്പിക്കുവാനായിട്ടാണ് സർപ്പം എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ പദങ്ങൾ വീണ്ടും വീണ്ടും വരുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണെന്നൊന്ന് തിരിച്ചറിയുക. പക്ഷേ ആത്യന്തികമായിട്ട് തിന്മയുടെ ശക്തികളെ തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സർപ്പം ഭൂമിയിലേക്ക് എറിയപ്പെട്ടു. അപ്പോൾ ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയുടെ പിന്നാലെ. അപ്പോൾ ആൺകുട്ടി, അത് നമ്മൾ 1-ാമത്തെ ഭാഗത്ത് 12-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഭാഗത്ത് നമ്മൾ ആ സ്ത്രീയെക്കുറിച്ച് കണ്ടു. അവൾ പ്രസവിക്കുന്ന ആൺകുട്ടിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അത് അർത്ഥമാക്കുന്നത്, ആ സ്ത്രീ അവിടെ അർത്ഥമാക്കുന്നത് ദൈവജനമാണ്, സഭയാണ്, പ്രഥമമായിട്ടും സഭയാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി സഭയുടെ പിന്നാലെയാണ് ഈ സർപ്പം, വ്യാളി പോകുന്നത്. ഇനി 14-ാമത്തെ വാക്യം. മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക് പറന്നു പോകാൻ ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ ചിറക് നൽകപ്പെട്ടു. മരുഭൂമിയിൽ തൻ്റെ സ്ഥലത്തേക്ക്. ഇത് കുറച്ച് കൂടുതൽ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രതീകമാണ്. സ്ത്രീ എന്തിനാണ് മരുഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്നത്? മരുഭൂമി നമുക്കറിയാം, പലപ്പോഴും അത് ഇല്ലായ്മയുടെ ആ ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ തിന്മയുടെ ശക്തികൾ അധിവസിക്കുന്ന സ്ഥലമായിട്ടൊക്കെ നമ്മൾ കാണുന്നു. പക്ഷേ ഇവിടെ വെളിപാടിൽ, അതുപോലെ തന്നെ പഴയ നിയമത്തിലും നമ്മളത് നേരത്തെ കണ്ടതാണ്, ഈ മരുഭൂമിക്ക് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥം ഉണ്ട്. ഇപ്പോൾ മരുഭൂമി എന്ന് പറയുന്നത് ദൈവജനത്തിൻ്റെ സ്ഥലം തന്നെയാണ്, ദൈവജനം വസിക്കുന്ന ഇടം. ഇനി അതിൻ്റെ അർത്ഥം എന്താണ്? പരീക്ഷണങ്ങളിലൂടെയും സഹനത്തിൻ്റെയും ഒക്കെ ഒരു
സ്ഥലം, അതാണ് മരുഭൂമി. അപ്പോൾ ഈ മരുഭൂമി, ഈ സഹനങ്ങളുടെ പരീക്ഷണങ്ങളുടെ സ്ഥലമായ മരുഭൂമി കടന്നാണ് ദൈവജനം വാഗ്ദത്ത ദേശത്ത് പ്രവേശിക്കുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിൽ മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ദൈവജനം കാനാൻ ദേശത്ത് പ്രവേശിക്കുന്ന പോലെ ഇന്ന് സഭ സഹനത്തിൻ്റെ കഷ്ടപ്പാടുകളുടെ വേദനകളുടെ ആ ഭൂമിയിലൂടെ യാത്ര ചെയ്താണ് അവർ സ്വർഗത്തിൽ എത്തിച്ചേരുന്നത്. ഇനി ഈ മരുഭൂമി എന്ന് പറയുന്നത് അത് ബാബിലോണിൽ നിന്നും അകലെയുള്ള സ്ഥലമാണ്. അപ്പോൾ മരുഭൂമി ബാബിലോൺ എന്ന് പറയുന്ന നഗരത്തിന് പുറത്താണ്. ഇപ്പോൾ നമുക്കറിയാം ബാബിലോൺ എന്ന് പറയുന്ന ആ നഗരത്തെക്കുറിച്ചുള്ള നഗരത്തിൻ്റെ പ്രതീകം അത് ഈ വെളിപാടിൽ നമ്മൾ ഇനി കൂടുതൽ ശക്തമായിട്ട് നമ്മൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വശ്യ നഗരം, എല്ലാവരും പ്രലോഭിപ്പിക്കുന്ന ആ നഗരം, അപ്പോൾ ആ പ്രലോഭനങ്ങളിൽ നിന്നും വശ്യതയിൽ നിന്നും പുറത്തു കടന്ന് അവർ കഴിയുന്ന ആ സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ഇനി ഈ സർപ്പത്തിൻ്റെ ആ ആക്രമണങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അതിൽ നിന്ന് സുരക്ഷിതമായിട്ട് കഴിയുന്ന സ്ഥലം കൂടിയാണ് ഈ മരുഭൂമി എന്ന് പറയുന്നത്. ഇപ്പോൾ പഴയ നിയമത്തിലെ പ്രതീകങ്ങളൊന്നും എടുക്കുകയാണെങ്കിൽ ഈ മരുഭൂമിയിൽ അവൾക്ക് ലഭിക്കുന്ന ആ ദൈവിക സംരക്ഷണം, അതുപോലെ തന്നെ അവൾ പോറ്റപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ലഭിക്കുന്ന മന്ന എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ആ സാന്നിധ്യം തന്നെയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ മരുഭൂമിയിലാണ് അവൾ പോറ്റപ്പെടുക. അത് പഴയ നിയമത്തിലെ പ്രതീകത്തിൻ്റെ പശ്ചാത്തലത്തിൽ സഹനങ്ങളുടെ കഷ്ടപ്പാടുകളുടെ ഇടയിലൂടെയാണ് സഭ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിൻ്റെ പരിപാലനം അവൾക്ക് ലഭിക്കുന്നു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി അത് കുറച്ചുകൂടി അത് വിശദമായിട്ട് തുടർന്നുള്ള വാക്യത്തിൽ അവതരിപ്പിക്കുന്നു. ആ സ്ഥലത്തേക്ക് പറന്നു പോകാൻ ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. കഴുകൻ്റെ 2 ചിറകുകൾ. ഇപ്പോൾ കഴുകൻ്റെ ചിറകുകൾ അത് പഴയ നിയമത്തിൽ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന പ്രതീകം തന്നെയാണ്. പുറപ്പാട് 19-ാമത്തെ അധ്യായത്തിൽ 4, ഈജിപ്തുകാരോട് ഞാൻ ചെയ്തതെന്തെന്നും കഴുകന്മാരുടെ ചിറകുകളിൽ സമ്മോഹിച്ച് ഞാൻ നിങ്ങളെ എങ്ങനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നുവെന്നും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ കഴുകൻ്റെ ചിറകുകളിൽ ദൈവം അവരെ സമ്മോഹിച്ച് അവരെ സുരക്ഷിതമായിട്ട് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നിയമാവർത്തനം 32-ാം അധ്യായത്തിൽ യേശയ്യ 40:31, സങ്കീർത്തനം 103:5 അവിടെയൊക്കെ ഈ കഴുകൻ്റെ പ്രതീകം നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ മരുഭൂമിയിൽ കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകുകളിൽ സംഭവിച്ച സുരക്ഷിത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ സംരക്ഷിക്കുന്നു, ഇസ്രായേലിനെ ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുവാനായിട്ടാണ് ഈ കഴുകൻ്റെ ചിറകുകൾ. സങ്കീർത്തനം 55-ാം അധ്യായത്തിൽ 6-7 വാക്യങ്ങൾ. അപ്പോൾ അവിടെ അല്പം വ്യത്യസ്തമായിട്ടുള്ള പ്രതീകമാണ് നമ്മൾ കാണുക. 6-ാമത്തെ വാക്യത്തിൽ പ്രാവിനെപ്പോലെ ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു, വിദൂരങ്ങളിൽ ചുറ്റിത്തിരിയുമായിരുന്നു, വിജനതയിൽ ഞാൻ വസിക്കുമായിരുന്നു. അപ്പോൾ അവിടെ കഴുകൻ്റെ പ്രതീകത്തിന് വ്യത്യസ്തമായിട്ട് വേറൊരു പ്രതീകം എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നതിനെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. യേശയ്യ 40-ാം അധ്യായത്തിൽ ഇപ്പം 31-ാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ ബാബിലോണിൽ നിന്ന് മരുഭൂമിയിലൂടെ കഴുകൻ്റെ ചിറകളിലൂടെ എന്ന പോലെ തിരികെ വരും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവിടെയൊക്കെ ആ ദൈവജനത്തിന് കൊടുക്കുന്ന ആ സംരക്ഷണം, അപ്പോൾ അത് ആ ഒരു പ്രതീകം ഇവിടെ എടുത്തുകൊണ്ടാണ് പറയുന്നത്. ആ സ്ത്രീയെ സംരക്ഷിക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴുകൻ്റെ ചിറകുകളിലൂടെ എന്ന പോലെ ദൈവം അവിടെ എത്തിക്കുന്നു. അപ്പോൾ കഴുകൻ്റെ ആ ചിറകുകൾ എന്ന പ്രതീകം അത് ദൈവ സംരക്ഷണത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്. ഇനി യേശയ്യായുടെ പുസ്തകത്തിലുള്ള ഈ വാക്യം അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ, സപ്തതി പരിഭാഷയിൽ ഒരു ചെറിയൊരു വാക്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ദൈവം വിശക്കുന്നവരെ ശക്തിപ്പെടുത്തും എന്നുകൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു. അപ്പോൾ കഴുകൻ്റെ ചിറകളിലൂടെ അവരെ
കൊണ്ടുപോകും, സംരക്ഷിക്കും എന്ന് പറയുന്നതോടൊപ്പം ദൈവം അവരെ വിശക്കുന്നവരെ ശക്തിപ്പെടുത്തുക. അപ്പോൾ വിശക്കുന്നവരെ ശക്തിപ്പെടുത്തുന്നത് എപ്രകാരമാണ്? പഴയ നിയമത്തിൽ മന്ന വഴിയാണ്. ഇനി ഇവിടെ ശക്തിപ്പെടുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം വഴി തന്നെയാണ്. അപ്പോൾ ആ ഒരു ശക്തിപ്പെടുത്തൽ, അതിൻ്റെ ആ ഒരു അർത്ഥം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ പഴയ നിയമത്തിൽ പുറപ്പാടിൽ ദൈവജനത്തിന് ലഭിക്കുന്ന ആ ശക്തി അത് വചനത്തിലൂടെയും തോറയിലൂടെയും പിന്നെ അതുപോലെ തന്നെ ദൈവ സാന്നിധ്യത്തിലൂടെയുമാണ്. അപ്പോൾ ദൈവം അവരുടെ കൂടെ ആയിരുന്നു, പേടകത്തിൽ ഉള്ള ദൈവത്തിൻ്റെ ആ സാന്നിധ്യം. അപ്പോൾ ആ സാന്നിധ്യം വഴിയായിട്ട് ദൈവം അവരെ ശക്തിപ്പെടുത്തി എന്ന് കാണുന്നു. ഇനി അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായത്തിൽ ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്ന ആ മന്ന എന്താണ്? അത് യേശു തന്നെയാണ്. അപ്പോൾ യേശുവിൻ്റെ ആ ജീവൻ തന്നെയാണ് മന്നയായിട്ട് ജനത്തിന് നൽകപ്പെടുന്നത് എന്ന് നമ്മൾ കാണുന്നു. ഇനി വെളിപാടിലേക്ക് വരുമ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത് ദൈവവചനവും ദൈവ സാന്നിധ്യവും വഴിയാണ്. അപ്പോൾ നമുക്കിവിടെ ഈ കഴുകൻ്റെ ചിറകുകൾ എന്നത് നമുക്ക് ഇപ്രകാരം വേണമെങ്കിൽ മനസ്സിലാക്കാം. ദൈവവചനവും ദൈവ സാന്നിധ്യവുമാകുന്ന ആ ചിറകുകളിലൂടെയാണ് ദൈവജനം ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത്. അപ്പോൾ വചനത്തിൻ്റെ ആ സംരക്ഷണം അത് ഇവർക്ക് ലഭിക്കുന്നു. അപ്പോൾ വചനത്തിൻ്റെ സംരക്ഷണമുള്ളതുകൊണ്ട് തങ്ങൾ നൽകുന്ന സാക്ഷ്യത്തോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് ദൈവജനത്തിന് സാധിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ സ്ത്രീ, അതായത് ദൈവജനം ദൈവത്താൽ സംരക്ഷിക്കപ്പെടുന്നു, പോറ്റപ്പെടുന്നു എന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ആശയം പല പ്രതീകങ്ങളിലൂടെ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു നമ്മൾ കാണുന്നു. ഇനി നൽകപ്പെടുന്നു എന്നത് തീർച്ചയായിട്ടും അത് ദൈവം നൽകുന്നു എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. ഇനി ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ സമയത്തെക്കുറിച്ചാണ് പറയുക. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ സർപ്പത്തിൽ നിന്നകലെ പോറ്റപ്പെടേണ്ടിയിരിക്കുന്നു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. നമ്മൾ ഇത് 11-ാം അധ്യായം വിശകലനം ചെയ്തപ്പോൾ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അത് ദാനിയേലിൻ്റെ പുസ്തകത്തിലെ 7-ാം അധ്യായം 25-ാം വാക്യത്തിലും 12-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിലും കാണുന്ന പ്രയോഗമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലുള്ള ആ വാക്യം നമുക്കൊന്ന് നോക്കാം. ദാനിയേൽ 7-ാം അധ്യായം 25-ാമത്തെ വാക്യം. അവൻ അത്യുന്നതനെതിരെ ദൂഷണം പറയുകയും അത്യുന്നതൻ്റെ പരിശുദ്ധരെ അവൻ പീഡിപ്പിക്കും. നിയമങ്ങളും ഉത്സവദിനങ്ങളും മാറ്റുന്നതിന് അവൻ ആലോചിക്കും. സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ അവർ അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അപ്പോൾ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. അപ്പോൾ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം നമ്മൾ ഒന്ന് വിശകലനം ചെയ്തതാണ്. സമയം, ഒരു സമയം, സമയങ്ങളെന്ന് പറയുമ്പോൾ അവിടെ 2 സമയം എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ 3.5 സമയം. അപ്പോൾ അത് തന്നെ നമ്മൾ 11-12 അധ്യായങ്ങളിൽ 42 മാസം, അതായത് 3.5 വർഷമായിട്ട് കണ്ടു. 1260 ദിവസങ്ങൾ, അതും 3.5 വർഷം തന്നെയാണ്. അപ്പോൾ ഈ 3.5 എന്ന ആ ഒരു സംഖ്യയിലേക്ക് നാം എത്തിച്ചേരുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും എടുത്തിരിക്കുന്നത്. അപ്പോൾ 11-12 അധ്യായങ്ങളിൽ പറയുന്ന ആ 3.5 വർഷം തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ സമയം ദൈവജനത്തിൻ്റെ സഹനത്തിൻ്റെ സമയം, ഈ ഭൂമിയിലായിരിക്കുന്ന സമയം, തിന്മയുടെ ശക്തികളുമായി സംഘർഷത്തിൽ ഏർപ്പെടുന്ന സമയം, അത് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇത് യുഗാന്ത്യം വരെയുള്ള സഭയുടെ പോരാട്ടത്തിൻ്റെ കാലം എന്ന് വിശേഷിപ്പിക്കാം. മാത്രമല്ല ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സമയം കൂടിയാണ്. അപ്പം അതുകൊണ്ട് ദൈവജനത്തിന് ഒരിക്കലും ഭയപ്പെടേണ്ടതായിട്ടില്ല. അപ്പോൾ 1260 ദിവസം, അതായത് സംഘർഷത്തിൻ്റെ, തിന്മയുടെ ശക്തികളുമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പോരാട്ടത്തിൻ്റെ സമയം, അത് ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം കൂടിയാണ്. ഇപ്പോൾ നമ്മൾ 11-ാം അധ്യായത്തിൽ 1260 ദിവസം ദൈവജനം സാക്ഷ്യം നൽകുന്നതിനെക്കുറിച്ച് കണ്ടു. അപ്പോൾ ദൈവജനം സാക്ഷ്യം നൽകുന്ന സമയം
അതിന് മറുവശത്ത് ദൈവം അവർക്ക് സംരക്ഷണം നൽകുന്ന സമയം കൂടിയാണ്. ഇനി പോറ്റപ്പെടുന്നു എന്നുള്ള ആ പ്രയോഗം, അപ്പോൾ അത് ഇവിടെ വർത്തമാനകാല ക്രിയയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഇപ്പോൾ എപ്പോഴും ദൈവത്തിൻ്റെ സംരക്ഷണയിലാണ് എന്നാണ്. അപ്പോൾ എപ്പോഴും ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ടവരാണ്. ഇനി ഇവിടെ നമുക്ക് വേറൊരു ആശയതലത്തിലേക്ക് കൂടി നമുക്കൊന്ന് കടക്കാം. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം നേരിട്ട് സ്വർഗത്തിലെത്തുന്നില്ല. അവർ കഴിയുന്ന ആ ഒരു ഇടവേള, ആ ഇടയ്ക്കുള്ള ഒരു സ്ഥലം, അതിനെയാണ് മരുഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത് ദൈവജനത്തിൻ്റെ താൽക്കാലിക വാസ സ്ഥലമാണ്. അതായത് ഈ സംഘർഷ ഭൂമിയിലൂടെ കടന്നു പോകാതെ സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, പീഡനങ്ങൾ, അതെല്ലാം ദൈവജനം പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇവിടെ ദൈവജനം യേശുവിനോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സംരക്ഷണം പൂർണ്ണമായിട്ട് ലഭിക്കും എന്ന് തീർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യത്തോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവജനം നൽകുന്ന ആ സാക്ഷ്യം, ആ സാക്ഷ്യത്തിന് പാരലായിട്ട് ദൈവം അവർക്ക് നൽകുന്ന സംരക്ഷണം, അതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ. ഇനി തുടർന്നുള്ള വാക്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 15-ാമത്തെ വാക്യം: സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. സ്ത്രീയെ ഒഴുക്കിക്കളയാൻ സർപ്പം വായിൽ നിന്ന് നദി പോലെ ജലം അവളുടെ പിന്നാലെ പുറപ്പെടുവിച്ചു. പഴയ നിയമ പ്രതീകങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വാക്യമാണ്. എന്താണിത് അർത്ഥമാക്കുന്നത്? ഇവിടെ ആ സർപ്പം എന്ന് പറയുന്നത് നമുക്കറിയാം, സമുദ്രത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഭീകരജീവി. ആ സർപ്പത്തിൻ്റെ പ്രതീകം നമ്മൾ മുമ്പ് കണ്ടു തന്നെയാണ് വെളിപാടിൽ. പിന്നെ അതുപോലെ തന്നെ ഏശയ്യായുടെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ, എസെക്കിയേൽ 32, സങ്കീർത്തനം 74 അധ്യായങ്ങളിലെല്ലാം നമ്മളിത് കാണുന്നുണ്ട്. ഇനി ഉൽപ്പത്തി 2-3 അധ്യായങ്ങളിലാണ് സർപ്പം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. വന്യജീവികളിൽ ഏറ്റവും കൗശലമേറിയതാണ് ഈ ജീവി. അപ്പോൾ സർപ്പം എന്ന് പറയുന്നത് വളരെ കൗശലപൂർവം നമ്മെ സമീപിക്കുന്ന ജീവി. ഇനി ഈ ജീവി അക്രമം കൊണ്ടല്ല, തന്ത്രപരമായിട്ടാണ് നമ്മെ സമീപിക്കുന്നത്. അപ്പോൾ അക്രമം കൊണ്ട് നമ്മെ സമീപിച്ചാൽ നമ്മൾ അതിനെ പ്രതിരോധിക്കുവാനായിട്ട് നമ്മൾ തയ്യാറെടുക്കും. പക്ഷേ തന്ത്രപരമായിട്ട് വന്നാൽ വളരെ എളുപ്പത്തിൽ അതിനെ കെണിയിൽ നമ്മൾ വീണു പോകും. ഉൽപ്പത്തി പുസ്തകത്തിലും കാണുന്നത് തന്നെയാണ് അല്ലേ, വളരെ തന്ത്രപരമായിട്ടാണ് സർപ്പം ഹവയെ സമീപിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് സർപ്പം അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തികൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് വലിയ പീഡകളൊന്നും ആയിരിക്കില്ല നമ്മെ കാത്തിരിക്കുന്നത്, ചെറിയവയായിരിക്കും. അപ്പോൾ ചെറിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ കാണും. പക്ഷേ അതിലൂടെ നമ്മെ വഴിതെറ്റിക്കുവാനായിട്ട് ഇവ ശ്രമിക്കും. ഇനി സർപ്പം നദി പോലെ ജലം ഒഴുക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നദി പോലെ ജലം ഒഴുക്കിയെന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്? നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ആ പഴയ നിയമ പ്രതീകങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കിയേ. ഒന്നാമത് തീർച്ചയായിട്ടും ചെങ്കടലിൻ്റെ ഓർമ്മയാണ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് പോകുമ്പോൾ അവർക്ക് പ്രതിബന്ധമായിട്ട് കടൽ കാണുന്നു. ഇനി ആ കടലിൽ ജലം വറ്റിച്ചാണ് ദൈവജനം അതിലൂടെ കടന്ന് വാഗ്ദത്ത ഭൂമിയിലേക്ക് അവർ യാത്ര തുടരുന്നത്. അപ്പോൾ ആ കടൽ അതിൻ്റെ പ്രതീകം തന്നെയാണ് ഇവിടെ ആ നദി പോലെ ജലം ഒഴുക്കുക എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ ജോഷയുടെ പുസ്തകത്തിൽ ജോർദാൻ നദി കടക്കുമ്പോഴും ഇതുപോലെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ജോർദാൻ നദി കടക്കുന്ന അവസരത്തിലും ആ ജലം, ആ നദി വറ്റിച്ചാണ് അവർ അക്കരെ കടക്കുന്നത്. അപ്പോൾ ഈ ജലം ഒഴുക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ ദൈവജനത്തിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന
ആ ഒരു അനുഭവം തന്നെ, അതുപോലെയുള്ള ഒരു അനുഭവം തന്നെ എന്ന് നമുക്ക് ഊഹിക്കാം. ഇനി ഇതിന് നമുക്ക് കൊടുക്കാവുന്ന മറ്റ് അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ജലപ്രവാഹത്തിൽ ഒഴുക്കിക്കളയുന്നത് യുദ്ധത്തിൻ്റെ ആ ഒരു ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നു. ശത്രുക്കളുടെ അല്ലെങ്കിൽ വ്യാജോപദേശകൻ്റെ ഒക്കെ പ്രതീതി ഉണർത്തുന്നു. പല വിധത്തിൽ നമ്മെ കീഴ്പ്പെടുത്തുവാനായിട്ട് ഈ തിന്മയുടെ ശക്തികൾ പരിശ്രമിക്കുന്നു. അപ്പോൾ ഇത് പ്രധാനമായിട്ടും വെളിപാടിൽ പ്രത്യേകിച്ച് ആദ്യ അധ്യായങ്ങളിൽ കാണുന്നത് വ്യാജപ്രവാചകരിലൂടെയാണ്. അപ്പോൾ വ്യാജപ്രവാചകർ നൽകുന്ന ആ പ്രബോധനങ്ങൾ, നുണകൾ നിറഞ്ഞ ആ പ്രബോധനങ്ങൾ, അവരുടെ വ്യാജ ഉപദേശങ്ങൾ, അപ്പോൾ അവയാലാണ് ദൈവജനം പലപ്പോഴും വഴിതെറ്റി പോകുന്നത്. അപ്പോൾ ഈ നദി പോലെ ഒഴുക്കുന്ന നദി എന്ന് പറയുന്നത് ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന ആ തന്ത്രങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ നമുക്ക് ശക്തി പകരേണ്ട ഒരു വാക്യം സങ്കീർത്തനം 32-ാം അധ്യായം 6-7 വാക്യങ്ങളാണ്. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല, ദൈവമാണ് അഭയ സങ്കേതം. അപ്പോൾ തിന്മയുടെ ശക്തികൾ ഇവയെ കീഴ്പ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ പഴയ നിയമത്തിലെ ആ പ്രതീകങ്ങൾ എടുത്തുകൊണ്ട് അവയെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇനി ഇതിന് വ്യത്യസ്തമായിട്ടുള്ള വേറൊരു വ്യാഖ്യാനം കൂടി നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഈ നദിയെക്കുറിച്ച്, മരുഭൂമിയിൽ വരുന്ന ആ നദീപ്രവാഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എസെക്കിയേൽ 47-ാം അധ്യായം 8-9 വാക്യങ്ങൾ. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ഒഴുകി ആരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധജലമാക്കുന്നു. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവജാലങ്ങൾ പറ്റം ചേർന്ന് ജീവിക്കും, ധാരാളം മത്സ്യങ്ങളുണ്ടായിരിക്കും. കാരണം കടലിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനാണ് നദി അങ്ങോട്ട് ഒഴുകുന്നത്. നദി ഒഴുകുന്നിടത്തെല്ലാം ജീവൻ നിറഞ്ഞു നിൽക്കും. ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് ഇത് നമ്മെ നയിക്കുന്നു. അപ്പോൾ മരുഭൂമിയിൽ ജലം ഒഴുകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആ പച്ചപ്പ്, അപ്പോൾ ഈ പച്ചപ്പ് നമ്മെ ഒരു വശ്യമായ ഒരു പച്ചപ്പാണത്. അപ്പോൾ നമ്മൾ മരുഭൂമിയിൽ നിന്ന് പിന്നെ ഈ പച്ചപ്പിലേക്ക് നമ്മൾ അറിയാതെ മാറിപ്പോകും. അതായത് സർപ്പം സൃഷ്ടിക്കുന്നത് ഒരു പുതിയ ലോകമാണ്. മരുഭൂമി പച്ച പിടിപ്പിക്കുന്നത് പോലെ മോഹിപ്പിക്കുന്ന സ്ഥലമാക്കി മാറ്റുന്നു. അങ്ങനെ മോഹിപ്പിക്കുന്ന പച്ച പിടിച്ച സ്ഥലമാണ് ബാബിലോൺ എന്ന നഗരം. അത് വെളിപാടിൽ ഉപയോഗിച്ചിരിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു പ്രതീകമാണ്. അപ്പോൾ ലോകത്തിൻ്റെ മൂല്യവ്യവസ്ഥിതികളാൽ സഭയുടെ തനതായിട്ടുള്ള അസ്തിത്വം തന്നെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ വളരെ വശ്യമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി ഇവിടെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് മാറി ഈ പച്ചപ്പണിഞ്ഞ ഈ സ്ഥലത്തേക്ക് പോകുവാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കപ്പെടുന്നു. അതൊരു വലിയൊരു പ്രലോഭനം തന്നെയാണ്. അപ്പോൾ സർപ്പത്തിൻ്റെ കെണിയിൽപ്പെട്ട് സഹനങ്ങളിൽ നിന്നും നാം ഒളിച്ചോടുന്നു. ഇത് യഥാർത്ഥത്തിൽ മരണത്തിലേക്കുള്ള വഴി തന്നെയാണ്. അപ്പോൾ സഭയുടെ യഥാർത്ഥ സ്ഥലം ഏതാണ്? ഈ പച്ചപ്പണിഞ്ഞ ബാബിലോൺ നഗരമല്ല, സഹനങ്ങളുടെ മരുഭൂമി തന്നെയാണ്. അപ്പോൾ ഈ മരുഭൂമിയിലുള്ള വാസം അത് സഹനത്തിൻ്റെ വാസമാണ്. പക്ഷേ അവിടെ ദൈവത്തിൻ്റെ സംരക്ഷണം ഉണ്ടായിരിക്കും എന്നറിയുക. ഇനി ഈ മരുഭൂമിയിൽ അവസാനം അവിടെ ഒഴുകുന്ന ദൈവിക ജീവൻ്റെ നദിയുണ്ട്. അത് 22-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ദൈവിക സിംഹാസനത്തിൽ ഒഴുകുന്ന ആ ജീവൻ്റെ നദി, അതിൻ്റെ ഇരുവശത്തുമായി വളർന്നു നിൽക്കുന്ന ജീവൻ്റെ വൃക്ഷം, അതിൽ നിന്ന് ഭക്ഷിക്കുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് കാണും. അപ്പോൾ ആ ജീവനെ സ്വന്തമാക്കുവാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഭൗമിക തലത്തിലുള്ള തിന്മയുടെ ശക്തികൾ ഒക്കെ പടുത്തുയർത്തുന്ന ആ പച്ചപ്പണിഞ്ഞ ഈ വശ്യ നഗരത്തിലേക്കല്ല നാം കടന്ന് ചെല്ലേണ്ടത്. അപ്പോൾ ഇവിടെ ഈ വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്ന ആ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ആശയം, ദൈവജനം പോറ്റപ്പെടുന്നത് മരുഭൂമിയിലാണ്.
മരുഭൂമി എന്ന് പറയുന്നത് സഹനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയൊക്കെ സ്ഥലമാണ്. കാരണം അത് തിന്മയമായിട്ടുള്ള സംഘർഷത്തിലേർപ്പെടുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അവർ വേദനകളിലൂടെ, കഷ്ടതകളിലൂടെ, സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം നിശ്ചയമാണ്, ദൈവം അവരെ സംരക്ഷിക്കും. അപ്പോൾ ദൈവം അവരെ പരിപാലിക്കുന്ന സ്ഥലമാണ് ഈ മരുഭൂമി. അപ്പോൾ മരുഭൂമിയിലായിരുന്നുകൊണ്ട് ദൈവത്തോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട്, യേശുവിൻ്റെ സാക്ഷ്യത്തോട് വിശ്വസ്ത പുലർത്തുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ആരാധനാ സമൂഹം എന്നാണ് യോഹന്നാൻ ഇവിടെ നമ്മുടെ മുന്നിൽ പറഞ്ഞു വെക്കുന്നത്. ഈ മരുഭൂമി അനുഭവം അത് ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം തന്നെയാണ്. ആ അനുഭവം സ്വന്തമാക്കാൻ നമുക്കും ശ്രമിക്കാം. തുടർന്ന് ഉള്ള ക്ലാസ്സുകളിൽ മറ്റു ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് കാണാം. അതുവരെ എവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.